എല്ലാവർക്കും നമസ്കാരം. ബിസിനസ്സിൻ്റെ സക്സസ്സിന് പല ഘട്ടങ്ങളിലും ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നാണ് നെഗോസിയേഷൻ. ഈ നെഗോസിയേഷനിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടും ഏറ്റവും സക്സസ്ഫുള്ളായിട്ടുമുള്ള 5 പ്രൂവൺ മെത്തേഡുകളെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇങ്ങനൊരു വിഷയം സംസാരിക്കാനുള്ള കാരണം ഈ ഡിസഗ്രി വിത്തൗട്ട് ബീയിങ് ഡിസഗ്രിയബിൾ ഇസ് ദ പ്രൂവൺ ആൻഡ് പവർഫുൾ വെപ്പൺ ഇൻ നെഗോസിയേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒഴിവാക്കേണ്ട അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യേണ്ട കാര്യം ചെയ്യാൻ വേണം, എന്നാലത് ഞാനിങ്ങനെ ചെറുത്ത് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒഴിവാക്കുകയാണെന്ന് തോന്നലില്ലാതെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു വലിയ വെപ്പൺ തന്നെയാണ് നെഗോസിയേഷൻ. അപ്പോൾ നെഗോസിയേഷൻ ഒരു ആർട്ടാണ്. അതിന് 5 എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കുകളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമത്തത് ടാക്റ്റിക്കൽ എമ്പതി. ടാക്റ്റിക്കൽ എമ്പതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെമോൺസ്ട്രേറ്റ് അണ്ടർസ്റ്റാൻഡിങ് വിത്തൗട്ട് നെസസറിലി അഗ്രീയിങ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് ഒരാളുടെ അടുത്ത് പിച്ച് ചെയ്യുന്നു, അതായത് ഒരാളുടെ അടുത്ത് അവതരിപ്പിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അതൊരു ഡീലറാണെന്ന് വിചാരിക്കുക. ആ പ്രൊഡക്റ്റ് പിന്നീട് ആ ഡീലർക്ക് അത് വിൽക്കണം. അപ്പോൾ ആ ഡീലർ കൂടുതൽ മാർജിൻ കിട്ടിയാലേ ആ പ്രൊഡക്റ്റ് വിൽക്കുള്ളൂ, അവർക്ക് മാർജിൻ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളോട് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അവരോട് പറയുന്ന ഒരു രീതിയുണ്ട്. I understand why you need a higher margin on this. Let me explain our constraints. അതായത് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കൂടി, നമുക്ക് മാർക്കറ്റിങ്ങിന് കോസ്റ്റ് കൂടി, ബ്രാൻഡിങ്ങിൻ്റെ എക്സ്പെൻസീവായി, അതുകൊണ്ടൊക്കെയാണ് ഈ മാർജിൻ എന്നുള്ളതില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആദ്യം ആ ഒരു പിച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ ആർഗ്യൂ ചെയ്യല്ല അവിടെ വേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഇതിൽ കൂടുതൽ മാർജിൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ ഞങ്ങളുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊന്ന് ദയവായി മനസ്സിലാക്കണം. ഈ ഒരു രീതിയിലുള്ളൊരു അപ്രോച്ച്, ഒരു കാമായിട്ടുള്ള ഒരു ലോ ടോൺ മെത്തേഡിലാണ് നമ്മൾ ടാക്റ്റിക്കൽ എമ്പതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇവിടെ നെഗറ്റീവ്സ് ഡീആക്ടിവേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്, അല്ലാതെ പോസിറ്റീവ് റീഇൻഫോഴ്സ് ചെയ്യല്ല. ഇത് സൂപ്പറാണ് അങ്ങനെയല്ല. അവരുടെ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കൺസ്ട്രെയിൻസ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ് ടാക്റ്റിക്കൽ എമ്പതി. ഇതിലൂടെ നെഗോസിയേഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ കാര്യം മിററിംഗ് ആണ്. മിററിംഗ് അതായത് ഒരു റിപ്പീറ്റ് ചെയ്യുക, ലാസ്റ്റ് ഒരു 2 or 3 വേർഡ്സ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾ സംസാരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പെട്ടെന്ന് ദേഷ്യത്തിലേക്ക് വന്നിട്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, വാട്ട് ഡു യു മീൻ എന്ന് പറയുന്നതിന് പകരം അവരോട് കൂടുതൽ ചോദിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ പറയുകയാണ്, നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നതിനൊരു സമയം പറയുന്നു. അവർ പറയുകയാണ് ഈ ടൈമിലേയും വർക്കൗട്ട് ആവില്ല, ടൈം ലൈൻ വോണ്ട് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്താ? വോണ്ട് വർക്കൗട്ട് ആവില്ലേ? അവർ പറഞ്ഞ കാര്യം തന്നെ, അല്ല വർക്കൗട്ട് ആവില്ല അല്ലേ, നിങ്ങൾക്കത് പറ്റൂല അല്ലേ എന്ന് ചോദിച്ചിട്ട് അവരിലേക്ക് വീണ്ടും കാര്യങ്ങൾ കൺവേ ചെയ്യുന്ന രീതിയാണ് മിററിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പലപ്പോഴും നെഗോസിയേഷൻ്റെ സമയത്ത് അവരുടെ കീ പെയിൻ ഏരിയ എന്താണോ അത് നമ്മൾ ബോധ്യപ്പെട്ടു എന്ന് അവരെ തിരിച്ചറിയാനും കൂടെയാണ് ആ പെയിൻ ഏരിയ വീണ്ടും എടുത്തു പറഞ്ഞിട്ട് എന്നാൽ അതിനിങ്ങനെ ഒരു കാര്യം ചെയ്താലോ എന്നുള്ള രൂപത്തിലേക്ക് സംഭാഷണം കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ കാര്യം പ്രോ ആക്റ്റീവ് ലിസണിങ് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു നെഗോഷിയേഷൻ മെത്തേഡാണ്. അതായത് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും അവരുടെ ബോഡി ലാംഗ്വേജിനെയും ഒക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചിലപ്പോൾ അവർക്ക് തോന്നലുണ്ടാകാവുന്ന കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ അങ്ങോട്ട് പറയും. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു പ്രൈസ് കൂടിയ കാര്യം അവരുടെ അടുത്ത് അവതരിപ്പിക്കാൻ പോവുകയാണ്, നമ്മുടെ പ്രൊഡക്റ്റിന് റേറ്റ് കൂടി. അപ്പോൾ നമ്മൾ പറയുകയാണ്, നിങ്ങൾക്ക് ആദ്യം ചിലപ്പോൾ ദ പ്രൈസിങ് മൈറ്റ് സീൻ അഗ്രസീവ് അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ്, നിങ്ങൾക്ക് ഭയങ്കര അഗ്രസീവ് പ്രൈസിങ് ആയിട്ട് തോന്നും, ബട്ട് ലെറ്റ് മീ വാക്ക് യു ത്രൂ അവർ റീസണിങ്. അതായത് ഞങ്ങളുടെ കാര്യകാരണ സഹിതമൊന്ന് ബോധ്യപ്പെടുത്തുക എന്തുകൊണ്ടാണ്. അത് ക്വാളിറ്റി ആയി ബന്ധപ്പെട്ടായിരിക്കും, നമ്മളിനി ചെയ്യാൻ പോകുന്ന പ്രൊമോഷൻസ്, മാർക്കറ്റിംഗ്, പല കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് നമ്മൾ പറയാൻ വേണ്ടി അവരുടെ ഭാവങ്ങളൊക്കെ നോക്കി കാര്യങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് പ്രൊആക്റ്റീവ് ലിസണിങ് ഇൻ നെഗോസിയേഷൻ. നാലാമത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്ന രീതി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് പ്രൈസിങ്ങിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനിരിക്കുകയായിരിക്കും. അപ്പോൾ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുകയാണ്, ഇറ്റ് സീംസ് ലൈക്ക് ഡെലിവറി ടൈം ലൈൻ മാറ്റേഴ്സ് മോർ ടു യു ദാൻ പ്രൈസ്, am I understand correctly എന്ന് അവരോട് ചോദിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് പ്രൈസിനേക്കാളും ഇമ്പോർട്ടൻസ് ഡെലിവറി ടൈമാണല്ലേ, പറഞ്ഞ സമയത്ത് സാധനം കിട്ടണം, ഇന്ന് തന്നെ കിട്ടിയാൽ നല്ലതായിരിക്കും, അതല്ലേ ഇച്ചിരി റേറ്റ് കൂടിയാലും അതിനേക്കാൾ നല്ലത് എന്ന് നമ്മൾ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കുക. അപ്പോൾ അവർ പറയുകയാണ്, അല്ലല്ല എനിക്ക് പ്രൈസ് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ബേസ് ചെയ്ത് പിന്നെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണോ അവരെ ട്രിഗർ ചെയ്യുന്ന പോയിൻ്റ് എന്ന് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ടെസ്റ്റിംഗ് മെത്തേഡാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഇനി ഫൈനലി പറയാനുള്ളത് റെഡ് ഫ്ലാഗ് റെക്കഗ്നീഷൻ. അവരുടെ ആ ചുവന്ന കൊടി കറക്റ്റായിട്ട് തിരിച്ചറിയാമെന്നുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ പറയും നമ്മളായിട്ട് നെഗോസിയേഷനിൽ ഒരു വിൻ എത്താൻ വേണ്ടിയിട്ട് ലാസ്റ്റ് പറയുന്നൊരു കാര്യമുണ്ട്, എന്താണോ നിങ്ങളുടെ തീരുമാനം അത് ഇന്ന് വൈകുന്നേരം തന്നെ അറിയിക്കുക, റേറ്റൊക്കെ നെഗോഷിയേറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ തിരിച്ചു ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അല്ല ഇതിപ്പോൾ നാളെ രാവിലെ ആയിപ്പോയാൽ വല്ല കുഴപ്പമുണ്ടോ
എന്ന് ചോദിക്കുന്നത് എന്താ? അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആ ഡെഡ് ലൈൻ ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിടുമ്പോൾ നെഗോസിയേഷൻ ഏത് ലെവൽ വരെ പോകുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ചിലർ ഇല്ല ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കുന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അവിടേക്ക് ഉപയോഗിക്കാവുന്നൊരു മെത്തേഡാണ്, എനിക്കൊരു അല്പം സമയം തരാമോ, അവിടെ ചിലപ്പോൾ ഒന്നും കൂടെ ചിന്തിക്കാനും നെഗോസിയേഷൻ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാനും സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഗ്രേറ്റ് നെഗോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ചാൻസിൽ പെട്ടെന്നുണ്ടാവുന്ന സംഭവമല്ല, അതൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നത് തന്നെയാണ്. വളരെ വ്യക്തമായ ഡിസൈൻ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് ബെസ്റ്റ് നെഗോഷിയേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നെഗോസിയേഷൻ പലപ്പോഴും ബിസിനസ്സിൽ സപ്ലയറുമായിട്ട്, നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട്, നമ്മുടെ സ്റ്റാഫുമായിട്ട്, നമ്മുടെ ഇൻ്റർവ്യൂവിന് വരുന്ന പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സുമായിട്ട് പല പോയിന്റിലും നെഗോസിയേഷൻ ആവശ്യമാണ്. ഇത് ജസ്റ്റ് ഒരു ബാർഗെയിനിങ് എന്നുള്ളതല്ല, അതിനേക്കാൾ വിൻ വിൻ ഡീലുകളിലെത്താൻ വേണ്ടിയിട്ട് നെഗോസിയേഷൻ സ്കില്ല് ഏതൊരാളും നേടിയെടുക്കേണ്ട ഒരു കഴിവ് തന്നെയാണ്. അതിലേക്ക് ഈ പോയിൻറ്റ്സ് തീർച്ചയായിട്ടും ഒന്ന് പരിശ്രമിക്കുക, അത് പരിശീലിക്കുക. താങ്ക് യു.